ജെസ്സി ഫുഡ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എല്ലാവരും വിചാരിക്കണം എന്തപ്പോൾ എയർപോർട്ടിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളതെന്നല്ലേ. അപ്പോൾ എന്താണ് കാര്യം എന്ന് ഞാൻ പറയാം കേട്ടോ. ICT പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന 4 കുട്ടികൾക്ക് CISCE ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് നാഷണൽക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ 4 ഒരാൾ സിലു ആയിരുന്നു കേട്ടോ. അങ്ങനെ സിലുവിന് ജാർഖണ്ഡിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. അന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ തലേ ദിവസം ഞങ്ങൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് 12-ാം തീയതി രാവിലെ ആയിരുന്നു ഫ്ലൈറ്റ്. അങ്ങനെ നമ്മൾ തലേ ദിവസം 11-ാം തീയതി തന്നെ വൈകുന്നേരം അവിടെ പോയിട്ട് സ്റ്റേ ചെയ്യട്ടോ ചെയ്തത്. അപ്പം അന്ന് പോണ വീഡിയോ ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ലഗേജുകളൊക്കെ വണ്ടിയിലാക്കി ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറി പോവുകയാണ്. നമ്മൾ ഇപ്രാവശ്യം നെടുമ്പാശ്ശേരിയിലേക്ക് പോണത് കുറ്റിപ്പുറം വഴിയാണ് കേട്ടോ. തൃശ്ശൂർ ഭാഗത്ത് റോഡ് ഭയങ്കര കേടായതുകൊണ്ട് തന്നെ കുറ്റിപ്പുറം, പൊന്നാനി, പിന്നെ അതുപോലെ തന്നെ ചാവക്കാട്, കൊടുങ്ങല്ലൂർ ആ റൂട്ടിലൂടെയാണ് നമ്മൾ ഇപ്രാവശ്യം നെടുമ്പാശ്ശേരിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഈ റോഡായതുകൊണ്ട് അത്ര റഷുമില്ലായിരുന്നു. കുറേ ഭാഗം കേട് എന്ന് പറയാനൊന്നുമില്ല. കുറച്ച് ഭാഗമൊക്കെ നമുക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളുള്ളായിരുന്നു. തൃശ്ശൂർ ഭാഗത്ത് കൂടി പോവുകയാണെങ്കിൽ കുറേ ഏരിയ റോഡ് ഭയങ്കര മോശമാണ്. അപ്പോൾ ഇങ്ങനെ കേട്ടോ ഇപ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ ആലുവ പാലത്തിലാട്ടോ എത്തിയിട്ടുള്ളത്. ആലുവയിലായിരുന്നു നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. നവന് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകാൻ ഒരു 15 മിനിറ്റ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ ദിവസം രാവിലെ ആയതുകൊണ്ട് തന്നെ റോഡിൽ റഷൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് എയർപോർട്ടിൽ എത്താനും പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞ ഉടനെ തന്നെ ആയിരുന്നു നമ്മൾ താമസിച്ചിരുന്ന റൂം ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ രാത്രി ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയ സമയത്ത്. അങ്ങനെ നമ്മൾ റൂം എടുത്ത് അവിടെ നിന്ന് ഇതാണ് കേട്ടോ നമ്മൾ താമസിച്ചിരുന്ന റൂം. ഇത് ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ പോകാനായിട്ട് ഇറങ്ങുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ മുന്നത്തെ വീഡിയോ ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. നമ്മൾ താമസിച്ചിരുന്ന റൂമിൽ 2 ബെഡ്റൂം ഉണ്ടായിരുന്നു, കിച്ചണും ഇങ്ങനെ ഒരു ഹോളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു. നമുക്ക് കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവർ ഫ്ലൈറ്റ് 6:25 നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെടുന്നത്. ഇവിടുന്ന് ബാംഗ്ലൂരിലേക്കാട്ടോ പോണത്. പിന്നെ റാഞ്ചിയിലേക്ക്, അങ്ങനെയാണ് അവരെ യാത്ര. അപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്.
അങ്ങനെ അവർ 6:30 ഫ്ലൈറ്റിന് പോകണമെങ്കിൽ 5 മണിക്കെങ്കിലും എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണമല്ലോ. നമ്മൾ അവിടെ കൃത്യസമയത്ത് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിലെ ടെർമിനൽ 1-ലാണ് ഡൊമസ്റ്റിക് ടെർമിനൽ വരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കൂടെ ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അവിടെ എയർപോർട്ടിലെത്തി അവരെ ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് പിന്നെ അവർ സെക്യൂരിറ്റി ചെക്കിങ്ങിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ പുറത്തേക്ക് പോകുന്നത് കേട്ടോ. പിന്നെ അവരെ ഫ്ലൈറ്റ് പോകുന്ന സമയം വരെ നമ്മളവിടെ എയർപോർട്ടിൻ്റെ ചുറ്റുപാടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂടെ പോകാനുള്ളൊരു പെൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. അവളെ ബ്രദറും അങ്കിളും കൂടെ പോകുന്നുണ്ട്. അങ്ങനെ സാറും എല്ലാവരും നമ്മോടൊക്കെ യാത്ര പറഞ്ഞ് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. ഇവർ 3 പേരാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് പോണത്. പിന്നെ വേറെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അവന് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ പോണത്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഇവർ 4 പേരുള്ളതിൽ 3 പേര് പോയി ഫ്ലൈറ്റിന് പോകുന്നുണ്ട്. ഈ ഒരു ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് പോകുമെന്ന് പറഞ്ഞാൽ സിലുവിൻ്റെ ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. അവൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് കയറാൻ പോകുന്നത്. അതും ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ജാർഖണ്ഡിലേക്ക് പോകാനൊക്കെ പറയുമ്പോൾ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റിലൂടെ കേട്ടോ അവന് പോണത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മൾ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയി വിട്ടിട്ടുണ്ടായിരുന്നുള്ള വിശേഷങ്ങൾ. അങ്ങനെ അവരെല്ലാവരും എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടു. അതിന് ശേഷം പിന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യണതും ടേക്ക് ഓൺ ചെയ്യണമൊക്കെ കാണാൻ പറ്റുന്ന സ്ഥലമുണ്ട് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയി. അപ്പോൾ നമ്മൾ ടേക്ക് ഓഫ് ചെയ്യണതും ടേക്ക് ഓണും ഒന്നും കാണാൻ പറ്റിയില്ല. ഫ്ലൈറ്റ് ഇങ്ങനെ അവിടെ റൗണ്ട് ചെയ്യണത് മാത്രം നമുക്ക് ആ റോട്ടിൽ നിന്നിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവരെ പോകാനുള്ള ഫ്ലൈറ്റാണ് കേട്ടോ അത്. അപ്പോൾ അത് പോയതിന് ശേഷമാണ് പിന്നെ നമ്മൾ യാത്ര തിരിച്ചത്. നമ്മൾ എയർപോർട്ടിൻ്റെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഒരു സൈഡിൽ റൺവേയും കാണാൻ പറ്റും, മറ്റു ഭാഗത്ത് റെയിൽവേയും ഉണ്ട്, സെൻട്രലിലൂടെ റോഡും കൂടെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ 3 വഴിയും കൂടെ ഉള്ളൊരു ഭാഗമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അവരെ ഫ്ലൈറ്റ് പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ മറൈൻ ഡ്രൈവിലേക്കും വാട്ടർ മെട്രോയിൽ കയറാനൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ അടുത്തതായിട്ട് ചെയ്യാം കേട്ടോ.